ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഒരു ഭഗവത്ഗീത ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ ഗീതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അതിൻ്റെ താഴെ രഞ്ജിത്ത് 09D എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് എനിക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ടീച്ചർ മടിയെക്കുറിച്ച്, അതായത് ലേസിനെസ്, അതിനെക്കുറിച്ച് ഒരു ടിപ്പ് പറയാമോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാനത് ആലോചിച്ച് വെച്ചിരുന്നതായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് ആ ഒരു വ്ളോഗ് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് രഞ്ജിത്തിൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ പറയാം എന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ തുടങ്ങാമല്ലേ? എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളതും ശരിയെന്ന് തോന്നിയിട്ടുള്ളതുമായ കുറച്ച് ഒപ്പീനിയൻസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആധികാരികമായി നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല, എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ചെറിയ സ്റ്റോറി ഞാൻ പറയാം. ഇതൊരു ലെങ്തി വീഡിയോ ആയി പോവും, അപ്പോൾ എന്നാലും കുഴപ്പമില്ല. ഇതിന് മുന്നേ ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതായത് ഒരു ഫോറസ്റ്റിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗാർഡൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഗാർഡൻ അല്ല, ഒരു ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഗ്രാസ് ഹോപ്പർ, അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ പുല്ലുകളിലൊക്കെ ഇങ്ങനെ തത്തി തത്തി കളിക്കുന്ന ഒരു ജീവിയുണ്ടല്ലോ, പച്ച കളറിലിരിക്കുന്ന, അതിൻ്റെ പച്ച വിട്ടിലെന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ. അപ്പോൾ അതുപോലെ തന്നെ പച്ച വിട്ടിൽ എന്നൊക്കെയാണ് നമ്മൾ ഈ കോമൺ ലാംഗ്വേജിൽ പറയുന്നത്. ഓക്കെ, പുൽച്ചാടി എന്നൊക്കെ പറയുന്ന ഗ്രാസ് ഹോപ്പർ. അപ്പോൾ അതും കുറച്ച് ഉറുമ്പുകളും താമസിച്ചിരുന്നു. അപ്പം ഉറുമ്പുകൾ ഡെയിലി സമ്മർ സീസണിൽ അവരുടെ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ഗ്രാസ് ഹോപ്പർ ആ സമയം നോക്കി എന്ത് ചെയ്തു? ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചിരിച്ചുല്ലസിക്കുകയൊക്കെ ചെയ്ത് തൻ്റെ വിലയേറിയ സമയം പാഴാക്കി. എന്ന് മാത്രമല്ല, എപ്പോഴും ആൻസിനെ കളിയാക്കി ചോദിച്ചുകൊണ്ടിരുന്നു, നിങ്ങളെന്തിനാണ് ഈ കളിക്കാതെ എൻജോയ് ചെയ്യാതെ ഈ സമ്മർ സീസൺ മുഴുവൻ ഇങ്ങനെ ജോലി ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നത് എന്ന്. അപ്പോൾ ആൻസ് പറയും, നമുക്ക് അടുത്ത് വരാൻ പോകുന്നത് വിൻ്ററാണ്, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫുഡ് ഗ്രെയിൻസ് ശേഖരിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾക്ക് കളിക്കാനിപ്പോൾ തീരെ സമയമില്ല എന്ന് പറഞ്ഞ ആൻസ് ഇങ്ങനെ ജോലിക്ക് പോകുന്നതും കണ്ട് ഗ്രാസ് ഹോപ്പർ ഇങ്ങനെ കളിച്ച് സമയം പാഴാക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, ഒരു ദിവസം പെട്ടെന്ന് ഉണർന്ന് നോക്കിയപ്പോൾ ഗ്രാസ് ഹോപ്പറിന് മനസ്സിലായി പുറത്ത് വിൻ്റർ എത്തിക്കഴിഞ്ഞു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ മുഴുവൻ തണുപ്പ്, മഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയ ഗ്രാസ് ഹോപ്പറിന് ഒരു ആഹാരത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മടി പിടിച്ച് ഫുഡിന് പോകാതിരുന്ന ഗ്രാസ് ഹോപ്പർ വിശന്ന് അവശനായി ഒടുവിൽ ആൻസിൻ്റെ വീട്ടിൽ പോയി കുറച്ച് ആഹാരം ചോദിക്കാം എന്ന് വിചാരിക്കുന്നു. അവിടെ ചെന്ന് ആഹാരം ചോദിച്ചപ്പോഴാണ് ആൻസ് പറയുന്നത്, നീ ഈ സമ്മർ സീസൺ മുഴുവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങളെ കളിയാക്കിക്കൊണ്ടല്ലേ ഇരുന്നത്. ഇപ്പം നിനക്ക് മനസ്സിലായോ വിശപ്പിൻ്റെ വില എന്താണെന്ന്? അപ്പോൾ ഗ്രാസ് ഹോപ്പർ പറയും, ഞാൻ സമ്മർ സീസണിൽ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും എൻജോയ്മെൻറ്റും ഒക്കെ ചെയ്താണ് എൻ്റെ സമയം ചിലവഴിച്ചത്. എന്നാൽ പിന്നെ ഈ വിൻ്ററും നീ അങ്ങനെ തന്നെ ചിലവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞത് ഒരു എസോ ഫേബിൾ എന്ന് പറയുന്ന ഒരു ചെറുകഥാ സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കഥയാണ്. ഇത് പോയം രൂപത്തിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ ഇതിൻ്റെ പ്രസക്തി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യേണ്ട ജോലികൾ കൃത്യസമയത്ത് ചെയ്യാതെ മടി പിടിച്ച് നാളെ നമുക്കതിൽ ഒരു കുറ്റബോധമുണ്ടായി വീണ്ടും നമ്മൾ സ്ട്രെസ്സിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്ന ഒരു കണ്ടീഷനാണ് മടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ശാരീരികമായ പല ഘടകങ്ങളുമുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീപ്പ് കാര്യങ്ങളിലേക്കൊന്നും ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഒരു സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെ എനർജി സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ബ്രെയിനിന് സാധിക്കാതെ വരുമ്പോഴാണ് അത് മടിയായി മാറുന്നത് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നല്ല രീതിയിലുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, ഇത് രണ്ടും, അതുപോലെ ശരിയായ വ്യായാമം. ഓക്കെ, അപ്പോൾ ഇത് 3 കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളെ ശരീരം ഒന്ന് നേരെ ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, ഓവർ ഈറ്റിംഗ് ചെയ്യാനായിട്ട് പാടില്ല. അമിത ആഹാരം അത് നമ്മുടെ പെട്ടെന്ന് ലേസിനെസ് വരാനുള്ള ഒരു കാരണമാണ് എന്ന് പഠനങ്ങൾ പറയുന്നതായി ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമയത്ത് ഫുഡ് കഴിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ പ്രോട്ടീൻ ആയാലും ശരി, എന്തായാലും ശരി, ഓവർ ഡയറ്റിംഗ് അത് പാടില്ല. മിതമായ ആഹാരം മാത്രം കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ലേസിനെസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. വായിച്ച് ഉള്ള അറിവാണ് ആ പറയുന്നത്. ഓക്കെ, എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ കൂടുതൽ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഒരു മടി പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നതായി എൻ്റെ അനുഭവത്തിൽ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു രീതി എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ അപ്പോൾ ഈ കറക്റ്റ് സമയത്ത് ഉറങ്ങുക എന്ന് പറയുന്നത് പലർക്കും അവരുടെ ഡ്യൂട്ടി മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സാധിക്കാതെ വരും. പക്ഷെ എന്നാലും നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ സമയത്ത് ഉറങ്ങാതിരിക്കുമ്പോൾ ബ്രെയിനിന് നമ്മളെ, അതായത് നമ്മൾ ഒരു സമയം കഴിഞ്ഞ് രാത്രി 11 മണി 12 മണി ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജഷന് വേണ്ടി ബോഡിക്ക് ധാരാളം എനർജി എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും എനർജി നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഉറക്കത്തിനെ സാരമായി ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, വളരെ കുറച്ച് ഫുഡ് കഴിക്കുക, അതുപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ മിതമായി മാത്രം കഴിക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നൊക്കെയുള്ളത് അതിനൊരു ഹെൽത്തി ഹാബിറ്റാണ്. അപ്പോൾ അത് നമുക്ക് പരിശീലിക്കാം. അതുപോലെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നാളെ ഒരു 3 കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു 4 കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മളൊരു ചാർട്ടിൽ, നമ്മളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് നമുക്ക് പറ്റുന്നത് പോലെ അതിലുള്ള ഓരോ കാര്യങ്ങളായി ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഇടുക. ഓക്കെ, അതൊരു രീതിയാണ്. പിന്നെ നമുക്ക് ലേസിനെസ് മാറണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിറ്റർമിനേഷൻ, അതായത് ഒരു നിശ്ചയദാർഢ്യം വേണം, ഒരു ലക്ഷ്യബോധം വേണം, ഒക്കെ വേണം അല്ലേ? പക്ഷെ മടി പിടിച്ചിരിക്കുമ്പോൾ നമുക്കിതൊന്നും തോന്നാറില്ല. പെർസിവിയറൻസ്, ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് വേണ്ടത്, കോൺഫിഡൻസ് ലെവൽ, ഇതെല്ലാം നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ മടി മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതെല്ലാം മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. പക്ഷേ അതിനുവേണ്ടി തീവ്രമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതൊരു മനുഷ്യനാണോ ആവശ്യമുള്ളത്, അതായത് നമ്മുടെ നെസസിറ്റീസ്, നമ്മുടെ നീഡ്സ്, അത് നമ്മളെ ഒരു പരിധി വരെ നമ്മുടെ മടി മാറ്റാൻ സഹായിക്കും എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ശരിയായ കാര്യമാണല്ലേ? നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ മടിയെല്ലാം മാറ്റി വെച്ച് നമ്മൾ അതിലേക്ക് പ്രവർത്തിക്കും. ഒപ്പം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും, നമ്മുടെ എക്സർസൈസിങ് ഹാബിറ്റ്സും, അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സും എല്ലാം നിയന്ത്രിതമായി, കൺട്രോൾഡായി, ഒരേ രീതിയിൽ, കൺട്രോൾഡായല്ല, ബാലൻസ്ഡായി കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ മടിയുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നതാണ് പ്രോകാസ്റ്റിനേഷൻ. അതായത് ഇന്ന് ചെയ്യാം എന്ന് പറയുന്നത് നമ്മൾ നാളെ ചെയ്യാമെന്ന് പറയും. ആരെങ്കിലും വന്ന് ഇന്ന് ഈ ജോലി ചെയ്യാമോ? വേണ്ട, നമുക്ക് നാളെ ചെയ്യാം. ഇത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇന്നത്തെ നമ്മൾ നാളേക്ക് വെച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നാളെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് പിന്നീട് റിഗ്രറ്റ് ആവുകയോ, ഇന്നലെ ഞാനത് ചെയ്തിരുന്നുവെങ്കിൽ എനിക്കിന്നൊരു കുഴപ്പമില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ റിഗ്രറ്റ് പിന്നീട് സ്ട്രെസ്സ് ഡിപ്രഷനിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മൈൻഡ് ഫ്രീ ആക്കി വയ്ക്കുക. നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് 2-3 കാര്യങ്ങളായി കൂടുതൽ, അത് 2-3 കാര്യങ്ങൾ എഴുതി വെച്ച് അത് കറക്റ്റായ സമയത്ത് പാലിക്കാനായി ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ മടിയെ മാറ്റാൻ കഴിയും. അതുപോലെ നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മുടെ മടിയെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകം.
നമുക്ക് ആവശ്യങ്ങൾ എപ്പോഴുണ്ടോ അപ്പോൾ നമ്മുടെ മടി ഒരു പരിധിവരെ ഇല്ലാതാകുന്നതായും എനിക്ക് അനുഭവത്തിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമ്മൾ നാളെ ചെയ്യാം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഫ്യൂച്ചർ ഈസ് യെറ്റ് ടു കം. അതായത് വി ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ കം ഫോർ അസ് ഓർ നോട്ട്. ഓക്കെ, നമുക്കറിയില്ല ഭാവി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി എന്താണ് കരുതി വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നാളെ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ പിന്നെ പാസ്റ്റ്, ദാറ്റ് ഈസ് ഓൾറെഡി ഗോൺ. ഓക്കെ, അത് പോയി കഴിഞ്ഞു. പാസ്റ്റ് ഈസ് നോട്ട് ദെയർ. നൗ only thing, the reality is present. We are living in the present. So നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രസൻറ്റിൽ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു നല്ല കാര്യം വന്നുവെങ്കിൽ അത് ഇപ്പോൾ ഈ നിമിഷം തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടതാണ്. നാളെ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നീണ്ടു പോകുന്നതായി മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ എഫേർട്സ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. എന്ത് കാര്യത്തിനും നമ്മുടെ എഫേർട്സ് ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പൂർണ്ണമായ ഒരു സമർപ്പണമില്ലെന്നുണ്ടെങ്കിൽ അത് പകുതി വഴിയിൽ നിന്ന് പോകും. അപ്പോൾ മടിയൻ മല ചുമക്കും എന്നൊരു മലയാള പഴമൊഴി തന്നെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം മടിയന്മാർ അവസാനം മലയും ചുമക്കേണ്ടി വരുന്ന കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഒരു ലെങ്തി വീഡിയോ ആവും. അപ്പോൾ രഞ്ജിത്തിന് ഞാൻ പറഞ്ഞ ഈ ടിപ്പൊക്കെ എന്തെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലായെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതിൻ്റെ കൂടുതൽ വീഡിയോ വേണം എന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ഇത്തരം വീഡിയോസ് ഇടാൻ. എല്ലാവരും തരുന്ന സപ്പോർട്ടിന് വീണ്ടും നന്ദി. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ലവ് യു ഓൾ.